പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പ്രധാനമായും 6 ആരാധനാ പാരമ്പര്യങ്ങളാണുള്ളത്. ഇതിൽ 24 വ്യക്തിഗത സഭകളാണ് ഉള്ളത്. അതിൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള സഭയാണ് സീറോ മലങ്കര സഭ. ആ സഭയുടെ യൂറോപ്പിൻ്റെയും UK-യുടെയും അപ്പസ്തോലിക് വിസിറ്റേറ്റർ അഭിവന്യ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് പിതാവിനോടൊപ്പമാണ് ഞാനിപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ പൊന്തിഫിക്കൽ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ അജപാലന ദൈവശാസ്ത്രത്തിൽ പാസ്റ്റർ തിയോളജിയിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സഭയിൽ നിന്നുമുള്ള ബഹുമാനപ്പെട്ട ഡൊമിനിക് മൂഴിക്കരച്ചനും എന്നോടുകൂടെ ചേരുന്നു. ഈ നിമിഷങ്ങളിൽ ഈ സഭയുടെ സുവിശേഷവൽക്കരണത്തെക്കുറിച്ചും സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശ്വാസ സമൂഹത്തോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ഗുഡ്നസ് ടിവിയോടൊപ്പം അഭിമന്യ പിതാവും ഡൊമിനിക് അച്ഛനും ചേരുകയാണ്. രണ്ടുപേർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ സ്വാഗതം. അഭിമന്യ പിതാവേ, മാതാവിൻ്റെ ഉദരത്തിൽ നാം രൂപം പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞൊരു ദൈവം, നമ്മെ വിശുദ്ധീകരിച്ചൊരു ദൈവം, നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ നിയോഗവും വിളിയും തമ്പുരാൻ നൽകുന്നു. 1961 ജൂലൈ 1 കോട്ടയം അമേന്നൂരിൽ തടത്തിൽ വീട്ടിൽ ശ്രീ തോമസിൻ്റെയും ശ്രീമതി സുസമ്മയുടെയും മകനായി പിതാവ് പൂജാതനായി. ജൂലൈ 15 വിശുദ്ധ കുര്യാക്കോസിൻ്റെ തിരുനാൾ ദിനത്തിൽ മാമോദീസ സ്വീകരിച്ചു. അതിനുശേഷം 1977 തിരുവല്ല രൂപതയിൽ ഇൻഫൻറ്റ് ജീസസ് മൈനർ സെമിനാരിയിൽ പിതാവ് വൈദിക പഠനത്തിനായി ചേർന്നു. 1987 ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ബെനഡിക്ട് മാർ ഗീഗോറിയസ് പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക്, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഈ മിഷനിലേക്ക്, വിളിയിലേക്ക് പിതാവ് കടന്നു വന്ന ഒരു സാഹചര്യവും പ്രചോദനവും എന്തായിരുന്നു? എൻ്റെ മാതാവ് പ്രസിദ്ധമായ യാക്കോബായക്കാരുടെ മണർകാട് പള്ളി ഇടവക്കാരത്തിയായിരുന്നു. മണർകാട് പള്ളിയിലെ 8 നോയമ്പ് വളരെ പ്രസിദ്ധമായിരുന്നു. 8 നോയമ്പിൻ്റെ ദിവസങ്ങളിൽ എൻ്റെ അമ്മ ഈ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അന്ന് സാധാരണ അമ്മമാർ വിശുദ്ധ കുർബാനയിലെ കാസായും പിലാസായും പടിഞ്ഞാറ്റ് എഴുന്നള്ളിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച വാഴ്വ് സ്വീകരിക്കാൻ വേണ്ടി നിർത്തും. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ പള്ളിയുടെ ജനലിൻ്റെ പടിയൽ കയറ്റി നിർത്തും. അങ്ങനെ മനോഹരമായ ആരാധനയും സ്വർഗ തുല്യമായ മണർകാട് പള്ളിയിലെ പദ്ബഹായും അവിടുത്തെ ശുശ്രൂഷകളും ആരാധനയും കണ്ടാണ് പൗരോഹിത്യത്തിലേക്ക് എനിക്കൊരു ആകർഷണമുണ്ടായത്. അതാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയത്. പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നീട് പിതാവ് തിരുവല്ല രൂപതയിലെ വ്യത്യസ്തമായ ഇടവകളിൽ അജപാലന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് റോമിലെ പൊന്തിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. പിതാവ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു ദേവാലയത്തിൻ്റെ ആരാധന, ആ സൗന്ദര്യം പിതാവിനെ ഈ ശുശ്രൂഷയിലേക്ക് ആകർഷിച്ചു എന്നുള്ളത് പിതാവിൻ്റെ പിന്നീട് മുൻപോട്ടുള്ള പ്രവർത്തനത്തിലും അതുപോലെ തന്നെ പഠന മേഖലയിലും അത് നമുക്ക് പൂർണ്ണമായും തെളിവായി കാണാവുന്ന ഒന്നാണ്. അതിനുശേഷമുള്ള പിതാവിൻ്റെ ജീവിതത്തിൽ റെക്ടറായി, രൂപതയുടെ ചാൻസലറായി, തിരുവനന്തപുരം മേജർ സെമിനാരി റെക്ടറായി, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മാസ്റ്റർ ഓഫ് സെറമണീസായി. അതിനുശേഷം 2021 പിതാവ് സഭയുടെ തലവനും പിതാവുമായ മൊറോനോ ബെസിലിയസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിൽ നിന്നും UK-യുടെയും യൂറോപ്പിൻ്റെയും മിഷൻ കോർഡിനേറ്ററായി ചുമതലയേൽക്കുന്നത്. അപ്പോൾ നീണ്ട ഒരു അജപാലന ശുശ്രൂഷ രംഗത്ത് നിന്നും അതുപോലെ തന്നെ ദൈവശാസ്ത്ര അധ്യയന രംഗത്ത് നിന്നും ഈ പ്രവാസ ജീവിതത്തിൽ ഈ കോർഡിനേറ്റർ ചുമതലയിലേക്ക് വന്നപ്പോൾ പിതാവിൻ്റെ മനസ്സിലുള്ള വ്യാകുലതകളാണോ സന്തോഷമാണോ, എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ പട്ടം കിട്ടി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അഭിമന്യ ഗീവർഗീസ് മാർ തിമോത്തിയോസ് തിരുമേനിയോട് ചോദിച്ച് ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ BA ലിറ്ററേച്ചറിന് ചേർന്നു. അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ MAക്ക് ചേരാൻ അനുവാദം ചോദിച്ചപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു, അഭിമന്യ സിറിൽ ബസേലിയോസ് തിരുമേനി പറഞ്ഞു എന്നെ റോമിൽ വിട്ട് ആരാധനാക്രമത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് നമ്മുടെ സെമിനാരിയിൽ അച്ഛനെ വിട്ടു തരണം. ഞാനൊരു കൊച്ചു സെമിനാരിക്കാരൻ ആയിരുന്ന കാലം മുതൽ ഈ സിറിൽ ബസേലിയോസ് തിരുമേനിക്ക് എന്നോട് പ്രത്യേകമായൊരു വാത്സല്യമുണ്ടായിരുന്നു. ആ വാത്സല്യത്തിന് കാരണം
ഞാൻ കോട്ടയം പ്രദേശത്തു നിന്നുള്ളതുകൊണ്ട് ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകളെക്കുറിച്ച് അറിയാവുന്നതും ആരാധന ഗീതങ്ങളെക്കുറിച്ചുമൊക്കെ അറിവുള്ളതുകൊണ്ട് തിരുമേനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ താല്പര്യം സഭയ്ക്ക് പ്രയോജനം ചെയ്യും എന്നതിൻ്റെ പേരിലാണ് വൈദിക സെമിനാരിക്ക് വേണ്ടി എന്നെ പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ രൂപതാധ്യക്ഷനോട് ചോദിച്ച് അങ്ങനെ ഞാൻ റോമിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം 2001 മുതൽ 2010 വരെ സെമിനാറിലെ റെസിഡൻറ്റ് പ്രൊഫസറായിട്ടും ആനിമേറ്ററായിട്ടും ജോലി ചെയ്തു. തിരിച്ച് പിന്നെ 10 വർഷത്തിന് ശേഷം മാതൃ രൂപതയായ തിരുവല്ല അധിപതിരാശ്രമത്തിൽ വന്ന് കാറ്റഗിസം ഡയറക്ടറായിട്ടും പിന്നീട് ചാൻസലറായിട്ടും സേവനം ചെയ്തു. പിന്നീട് 2017 വീണ്ടും തിരിച്ച് സെമിനാരിയിൽ വന്ന് സെമിനാരി മലങ്കര സെമിനാരി റെക്ടറായിട്ട് ചുമതലയേറ്റു. പിന്നീടാണ് എന്നെ ഈ പ്രവാസത്തിലെ ജീവിതത്തിലേക്ക് ബാബാ തിരുമേനി പറഞ്ഞു വിടുന്നത്. അപ്പോൾ എനിക്ക് ആശങ്കകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ഒരു പ്രായത്തിൽ ഇവിടെ വന്ന് എന്ത് ചെയ്യാമെന്ന്. പക്ഷെങ്കിൽ നമ്മുടെ സഭാധികാരികൾ പറയുന്നത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ 2021 ആണ് UK വന്ന് കോർഡിനേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ ആദ്യം എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ആൾക്കാരെ മിഷനുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്ത മിഷനിൽ. എന്നാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ 2022-23 കാലഘട്ടത്തിൽ അനേകം ചെറുപ്പക്കാർ ഉപരിപഠനത്തിനും അതുപോലെ തന്നെ ജോലിക്കുമായിട്ട് വന്നു. നമ്മുടെ ജോലിക്കായി വന്ന ഈ നമ്മളുടെ ചെറുപ്പക്കാർ വളരെ പ്രത്യേകമായിട്ട് പറയേണ്ടത്, അവർ നാട്ടിൽ നിന്ന് ശുശ്രൂഷക്കുപ്പായം തയ്പ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുർബാനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പള്ളി എവിടെയുണ്ട് എന്നറിഞ്ഞ് അവിടെ വന്ന് ശുശ്രൂഷയ്ക്ക് കൂടുകയും അതെനിക്ക് വലിയൊരു സന്തോഷവും പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ ഒരു 10-25 പേര് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു 150 പേരായിട്ട് വളർന്നുള്ളതാണ്. അവർക്ക് നമ്മുടെ സഭയോടും പ്രത്യേകിച്ച് നമ്മുടെ ആരാധനക്രമത്തോടുമുള്ള സവിശേഷമായ സ്നേഹം നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് ഓർത്തഡോക്സ് സഭയ്ക്കും യാക്കോബായ സഭയ്ക്കും അവരുടെ സഭയോടും അവരുടെ സഭയുടെ ആരാധനയോടും വലിയ സ്നേഹവും പ്രവൃത്തിയുണ്ട്. അത് ആ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വന്ന നമ്മുടെ ആൾക്കാർക്കും അത് രക്തത്തിൽ കലർന്നിരിക്കുന്നതാണ്. നമ്മുടെ ആരാധനയും നമ്മുടെ പൈതൃകവും പ്രത്യേകിച്ച് നമ്മളുടെ ഹാശാഴ്ചയിലെയും മറ്റു മാറാനായ പെരുന്നാളുകളിലെ ശുശ്രൂഷയും നമ്മുടെ ആരാധനയും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ പ്രോത്സാഹനം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാബാ തിരുമേനി അനേകം വൈദികരെ നമ്മളുടെ ഈ UK ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ 4 വൈദികരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴേ 12 വൈദികർ UK തന്നെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എന്നെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് നിയമിച്ചു കഴിഞ്ഞപ്പോൾ യൂറോപ്പിൻ്റെ കൂടെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. UK ആൻഡ് യൂറോപ്പ്. അത് യൂറോപ്പിൻ്റെ ഭാഗം തന്നെയാണ് UK എങ്കിലും ബ്രെക്സിറ്റ് വഴിയായി മാറിപ്പോയതുകൊണ്ട് UK ആൻഡ് യൂറോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നീടുള്ളത് ജർമ്മനിയിൽ ജർമ്മനിയിൽ 1959 മുതൽ മലങ്കര കത്തോലിക്ക സഭയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ഓർഗനൈസ്ഡ് ഫോമായി വന്നൊരു 10-17 വർഷം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ 11 പള്ളികൾ നമുക്കവിടെയുണ്ട്. അതുപോലെ തന്നെ അയർലൻഡിൽ നമുക്ക് 8 പള്ളികളുണ്ട്. മാൾട്ടായിൽ ഒന്നുണ്ട്. ഇറ്റലിയിൽ നമുക്ക് 3 ചെറിയ മിഷനുകളുണ്ട്. അതുപോലെ ബെൽജിയത്തുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രിയയിലുണ്ട്. ഇതാണ് നമ്മുടെ ഈ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററുടെ കീഴിലുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു രൂപരേഖ. 2025 നവംബർ 22 പിതാവ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ഒരു എപ്പിസ്കോപ്പയായി സ്ഥാനാരോഹണം ചെയ്തത്. അതിനുശേഷം ഡിസംബർ 6 നമ്മുടെ യൂറോപ്പ് UK അപ്പോസ്തോലിക് വിസിറ്റേറ്ററായിട്ട് പിതാവ് ചുമതലയേറ്റു. തീർച്ചയായും നീണ്ട വർഷത്തെ പൗരോഹിത്യ ജീവിതവും അജപാലന രംഗത്തുള്ള വൈദഗ്ധ്യവും അതോടൊപ്പം സെമിനാരി ശുശ്രൂഷയും പ്രത്യേകിച്ച് ഇമ്പകരമായ ആരാധന ശുശ്രൂഷയിലുള്ള പിതാവിൻ്റെ ഭാഗഭാഗിത്വം, വിശുദ്ധ ബലിയർപ്പണം എന്നും എപ്പോഴും നമ്മുടെ വിശ്വാസി ജനത്തെ ദൈവത്തിലേക്ക് ഉയർത്തുന്നത് തന്നെയാണ്. അപ്പോൾ ആരാധനാക്രമ ജീവിതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തനത് ശൈലി
പ്രത്യേകിച്ച് ഈ പ്രവാസ ലോകത്ത് വ്യത്യസ്തമായ സംസ്കാരങ്ങളുമായി ഇടപഴകുമ്പോൾ, വ്യത്യസ്തമായ റീത്തുകളുമായിട്ട് ചേർന്ന് പോകുമ്പോൾ എങ്ങനെയാണ് നൽകാൻ കഴിയുക എന്നതിനെക്കുറിച്ച് പിതാവിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? നമ്മളുടെ ഇപ്പോഴുള്ള ജനറേഷൻ നാട്ടിൽ നിന്ന് വന്നവരാണ്. അവർക്ക് മലയാളം അറിയാം. എന്നാൽ ഒരു കഴിഞ്ഞ ജനറേഷനുള്ള ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അവരുടെ പിള്ളേരെ ഇവിടെയൊക്കെ ജനിച്ചു വളർന്നവർ. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് മലയാളം അറിയാം, എന്നാൽ പൂർണ്ണമായിട്ട് അറിയത്തില്ല. യങ് ഫാമിലീസിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് അത്രയും മലയാളം അറിയത്തില്ല. എന്നാൽ അവർ ആരാധനയിൽ പങ്കുചേരുന്നു. അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായി ചുമതലയേറ്റ അന്ന് മുതൽ ഞങ്ങൾ ഒരു ക്രമീകരണം പറഞ്ഞിരിക്കുന്നത് 4 ഞായറാഴ്ചകളിൽ കുർബാനയുണ്ടെങ്കിൽ അതിലൊരു ഞായറാഴ്ച ഇംഗ്ലീഷിൽ നമ്മുടെ കുർബാന അർപ്പിക്കാൻ. നമുക്കറിയാമല്ലോ, നമ്മുടെ ആരാധന ഇംഗ്ലീഷിലും ജർമ്മനിലും മറ്റ് വിവിധ ഭാഷകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ, ഹിന്ദിയിൽ അതുപോലെ. അപ്പോൾ ഇംഗ്ലീഷിലും ജർമ്മൻ ഭാഷയിലും വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ആരാധന ഉപയോഗിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. രണ്ടാമത്, മുന്നോട്ടുള്ള ഒരു നീക്കത്തിൽ പ്രത്യേകിച്ച് ഒരു 4 ഞായറാഴ്ച 2 ഞായറാഴ്ച ഇംഗ്ലീഷും 2 ഞായറാഴ്ച മലയാളവുമായിട്ട് ചെല്ലാനായിട്ടുള്ള. ഇപ്പോൾ അമേരിക്കയിൽ അങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരണം നമ്മുടെ മലങ്കര സഭയ്ക്കുണ്ട്. 2 ഞായറാഴ്ച ഇംഗ്ലീഷിലും 2 ഞായറാഴ്ച മലയാളത്തിലുമാണ്. പിന്നീട് അവരെടുത്ത ഒരു പ്രധാനമായ സ്റ്റെപ്പ് ഹോളി വീക്കിലെ നമ്മുടെ ആരാധന ക്രമങ്ങൾ, അതിൻ്റെ ഗീതങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ ഈ വശത്ത്, ഒരു വശത്ത് മലയാളമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത്, ഈ നമ്മളുടെ ഹശാഴ്ചയിലെ ട്യൂണിൽ ഇംഗ്ലീഷിൽ ഒരു പാട്ട് പാടുമ്പം അതിൻ്റെ ഇപ്പുറത്ത് മലയാളത്തിലുണ്ട്. അപ്പോൾ ഈ ഗീതമാണ് പാടുന്നതെന്നുള്ളത് മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാകും. രണ്ടാമത്തെ ഗീതം മലയാളത്തിൽ ചൊല്ലുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ അർത്ഥം ഇങ്ങേപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, അവർക്ക് മനസ്സിലാകും. അപ്പോൾ മാറി മാറി ഇംഗ്ലീഷിലും മലയാളത്തിലും വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആഴ്ചയിലെ ശുശ്രൂഷകൾ അമേരിക്കയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഒരു ക്രമീകരണം മുന്നോട്ടുള്ള നമ്മുടെ UK-ലെയും യൂറോപ്പിലെയും പ്രയാണത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമാണ്. കാരണം ഭാഷ മനസ്സിലായില്ലെങ്കിൽ സഭ നിന്നുപോകും. അപ്പോൾ അതുകൊണ്ട് പുതിയ ജനറേഷന് നമ്മളുടെ ഭാഷയും ആരാധനയും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ആരാധനാ ഭാഷ സുറിയാനി ഭാഷയാണ്. സുറിയാനി ഗീതങ്ങൾക്ക് ഒരു പ്രത്യേക മാസ്മരി ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിലെ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവരും നമ്മുടെ മലങ്കര സഭയിൽപ്പെട്ടവരുമൊക്കെ സുറിയാനി ഗീതങ്ങൾ പഠിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഈത്തോസ് വളരെ പ്രത്യേകമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ സഭയോടും അതിൻ്റെ ആരാധനയോടും പ്രത്യേകമായ സ്നേഹവും താല്പര്യവും ഈ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളുടെ സിറിൽ ബസേലിയോസ് തിരുമേനയുടെ കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷയുടെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ കൂടാതെ വാർത്താ സമയത്ത് പ്രധാനപ്പെട്ട ചില ഷോട്ടുകൾ കാണിച്ചിട്ട് അതിലെല്ലായിടത്തും അവർ സ്ലൂസോ കാമാൻ, അതുപോലെ തന്നെ ക്രൽഹോൻ മോറാൻ, ഓക്സിയോസ്, ഈ 3 ഗീതങ്ങളാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ മരിദാസ് അച്ഛൻ, ആശ്രമത്തിലെ മരിദാസ് അച്ഛൻ ഈ മീഡിയ ആൾക്കാരോട് ചോദിച്ചു, അവരൊക്കെ ഹിന്ദുക്കളുമൊക്കെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മലയാളത്തിലെ പാട്ടുകളെല്ലാം ഉണ്ടായിട്ട് ഈ സുറിയാനി ഗീതം മാത്രം നിങ്ങളിത് വരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭാഷയും ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷെങ്കിൽ ഈ ഗീതങ്ങൾക്ക് ഒരു മെറ്റഫിസിക്കൽ നിറമുണ്ട്, അത് നമ്മളുടെ മനസ്സിനെ ഉയർത്തുന്നതാണ്. അപ്പോൾ അത് ലാറ്റിൻ സഭയിൽ ഗ്രിഗോറിയൻ ചാൻഡ്, നമുക്കൊരു പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തെങ്കിലും ആ ഗ്രിഗോറിയൻ ചാൻഡ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വലിയ സന്തോഷം. ഞാൻ സ്വിറ്റ്സർലൻഡിലെ ഒരു മഠത്തിൽ, ഒരു ക്ലോയിസ്റ്റേഡ് മഠത്തിൽ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം സ്വിറ്റ്സർലൻഡിൽ അങ്ങനെ അധികം ആൾക്കാർ പള്ളിയിൽ വരുന്നവരല്ല. പക്ഷേ ഈ മഠത്തിൽ അവർ ഗ്രിഗോറിയൻ ചാൻഡിലാണ് അവരുടെ യാമനമസ്കാരം നടത്തുന്നത്. അത് കേൾക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വരും. പള്ളി കയറാത്തവർ, കുർബാനയ്ക്ക് വരാത്തവർ ഈ ഗ്രിഗോറിയൻ ചാൻഡ് കേൾക്കാൻ വേണ്ടി. അപ്പം നമ്മളുടെ സഭകളിൽ ഈ ലാറ്റിൻ
ചാൻഡാണെങ്കിലും സിറിയക്സ് ചാൻഡാണെങ്കിലും ഗ്രീക്ക് ചാൻഡാണെങ്കിലും ഇത് മൂന്നിനും വളരെ പ്രത്യേകമായൊരു വശ്യതയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിൻ്റെ കുരിശിൻ്റെ മുകളിൽ 3 ഭാഷകളിലാണ് എഴുതിയിരുന്നത്. ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും അറമായ ഭാഷയിലും. അത് 3 ആരാധന ഭാഷകളുടെ ഒരു ഇതാണ്. ഗ്രീക്ക് ഭാഷ ബൈസന്റൈൻ സഭകളുടെ, ലത്തീൻ ഭാഷ, അറമായ ഭാഷ സുറിയാനി അല്ലെങ്കിൽ വെസ്റ്റ് സിറിയക്കും ഈസ്റ്റ് സിറിയക്കും ഒക്കെ ഉപയോഗിക്കുന്നവരുടെ ഭാഗം. അപ്പോൾ ഈ 3 ഭാഷകൾക്കും അതിൻ്റെ ഗീതങ്ങൾക്കും വളരെ വലിയ മാസ്മരിക ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോഴും ജർമ്മൻ ഭാഷയിലേക്ക് ചെയ്യുമ്പോഴുമെല്ലാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സുറിയാനി ഗീതങ്ങൾ മനുഷ്യർക്ക് കൂടുതൽ അട്രാക്ഷനും താല്പര്യമുള്ള അങ്ങനെ ഭാഷാന്തരം ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ സഭയുടെ ആരാധനയും പൈതൃകവും അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാനോനിക്കൽ ഡിസിപ്ലിൻ, നോമ്പ്, ഉപവാസം, നമ്മുടെ യാമപ്രാർത്ഥനകൾ, ഇതിലൂടെ മാത്രമാണ് നമ്മളുടെ വിശ്വാസം വരുന്ന തലമുറയിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അന്ത്യോക്യൻ സുറിയാനി സഭയിൽപ്പെട്ട സഭകൾക്കെല്ലാം, യാക്കോബായ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും മലങ്കര കത്തോലിക്ക സഭയ്ക്കും എല്ലാ ദിവസവും വിശ്വാസികൾക്ക് പ്രഭാതത്തിലും സന്ധ്യയിലും ഉച്ചയ്ക്കും 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന, അത് സന്യാസികളും വൈദികരും ചൊല്ലുന്ന വലിയ ദീർഘമായ പ്രാർത്ഥനയുടെ മിനിയേച്ചർ ഫോം ആത്മീക പോഷണത്തിന് വേണ്ടി കൊടുത്തിരിക്കുക. അതാണ് ഈ സഭയുടെ സവിശേഷം. അതുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുവാനായിട്ടുള്ള പുസ്തകം നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് വിശ്വാസികൾ തന്നെ ചൊല്ലും. അതുകൊണ്ട് മലങ്കര സഭയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഏത് പള്ളിയിൽ ചെന്നിട്ടും 51-ാം സങ്കീർത്തനം ഇട്ടാൽ എല്ലാവരും ചൊല്ലും, പ്രഭാത പ്രാർത്ഥനയുള്ള. അതുപോലെ വിശ്വാസ പ്രമാണം സർവശക്തിയുള്ള പിതാവായി എന്നിട്ട് കഴിയുമ്പോൾ എല്ലാവരും അത് ചൊല്ലി തീർക്കുന്നുണ്ട്. അത് നമ്മൾ ഈ യാമനമസ്കാരം വീടുകളിൽ ചെല്ലുന്നതിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് മാത്രം സവിശേഷമായിട്ടുള്ള ഒന്നാണ്. മറ്റ് സഭകളിൽ ഈ യാമനമസ്കാരത്തിൽ ഈ 51-ാം സങ്കീർത്തനവും അതുപോലെ തന്നെ ഈ വിശ്വാസ പ്രമാണവും ചൊല്ലുന്നില്ലാത്തതുകൊണ്ട് കാണാതെ അറിയത്തില്ല. അപ്പം ലെക്സ് ഒരാന്തി ലെക്സ് കൃതേന്തിയാണ്. ദ ലോ ഓഫ് പ്രെയർ ഈസ് ലോ ഓഫ് ഫെയ്ത്താണ്. സത്യത്തിൽ നമ്മുടെ ആരാധന ക്രമം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കുന്നു. അതിലൂടെയാണ് പ്രത്യേകിച്ചും അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആരാധന എന്ന് പറയുന്നത് ഒരു ലിറ്റേർജിക്കൽ കാറ്റക്കിസ്. സഭ വിശ്വാസം മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ വിശ്വാസികളെ സന്നിവേശിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് ഗീതങ്ങളിലൂടെ. ഈ അന്ത്യോക്യൻ ആരാധനക്രമത്തിൻ്റെ ആധ്യാത്മിക സത്ത അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ആരാധനക്രമത്തിലും ഗീതങ്ങളിലുമാണ്. ആ ഗീതങ്ങളുടെ രാഗങ്ങൾ, ഗീതങ്ങളുടെ കണ്ടൻറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസികളെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ഈ ആരാധനയും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കാനോനിക്കൽ ഡിസിപ്ലിനും വളരെ പ്രധാനപ്പെട്ട. പരിശുദ്ധ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, യൂറോപ്പിലെ കത്തോലിക്ക സഭ, പ്രധാനമായിട്ട് ലത്തീൻ സഭ, അത് അതിൻ്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. എന്നാൽ യൂറോപ്പിലുള്ള ഓർത്തഡോക്സ് സഭകളും പൗരസ്ത്യ കത്തോലിക്ക സഭകളും വളരെ സജീവമായിട്ട് നിലകൊള്ളുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഇവരുടെ ദീർഘമായ ആരാധനയും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കാനോനിക്കൽ ഡിസിപ്ലിനും. അതുകൊണ്ടാണ് ഈ സഭകൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭകൾ, നമ്മുടെ പൈതൃകമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും അവരുടെ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും അണിവിടെ വ്യത്യാസമില്ലാതെ അവർ നിർവഹിക്കുന്നുണ്ട്. അതാണ് ആ സഭകൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സിനഡൽ കമ്മീഷൻ ഫോർ മൈഗ്രേഷൻ്റെ ചെയർമാൻ കൂടിയാണ് പിതാവ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കും UK-യിലേക്കുമുള്ള കുടിയേറ്റം അതിദ്രുതം, അതിൻ്റെ സംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഈ കുടിയേറ്റം അല്ലെങ്കിൽ യുവജനങ്ങളുടെ കുടിയേറ്റം അത് പഠനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർ അവരുടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും അവരുടെ കുടുംബം ക്രമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ
അവരുടെ ഒരു ആരാധനാ പൈതൃകം അവരവരുടെ കുടുംബത്തിൽ നിന്നും, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും, അവരുടെ മാതാപിതാക്കളിൽ നിന്നും തലമുറ കൈമാറി കിട്ടിയ ദേവാലയത്തോട്, ദൈവിക കാര്യങ്ങളോട്, പ്രാർത്ഥനാ നേരങ്ങളോട്, യാമ പ്രാർത്ഥനകളോട്, നോമ്പിനോട്, ഉപവാസത്തോടൊക്കെയുള്ള അവരുടെ വലിയ പ്രതിബദ്ധത ഈ കാലഘട്ടത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന അവരുടെ കുട്ടികൾക്ക് നൽകുവാൻ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരും. വലിയൊരു പരാതിയും വെല്ലുവിളിയുമായിട്ട് നമ്മുടെ സഭയുടെ പല മീറ്റിങ്ങുകളിലും അവർ പറയാറുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളിൽ ജെൻസി എന്നൊക്കെ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ആരാധനയുടെ പൈതൃകത്തിൻ്റെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ തനിമ കൊടുക്കുവാൻ നമ്മൾ മാതാപിതാക്കളെയും നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്, കുഞ്ഞുങ്ങളെയും നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പിതാവ് ആ വെല്ലുവിളിയെ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഒരു നല്ല ചോദ്യമാണ്. അതായത് നാട്ടിൽ ഉള്ളതുപോലെ തന്നെ ഈ യൂറോപ്പിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ നമ്മുടെ ശുശ്രൂഷകളും നമ്മളുടെ ആരാധനാ പൈതൃകവും നിലനിർത്താനായിട്ടൊക്കത്തില്ല. നാട്ടിൽ പോലും നമ്മൾ ചില സമയ ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. എന്നാൽ വീടുകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെറുതെങ്കിലും പ്രാർത്ഥിക്കുവാനൊരു സമയം കണ്ടെത്തുകയും വേദപുസ്തകം വായിക്കുവാനായിട്ട് ഒരുമിച്ചിരുന്ന് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വായിക്കുകയും ചെയ്യുന്ന വീടുകളിൽ നിന്ന് പള്ളിയിൽ വരുന്നതിന് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്നുള്ളത് നാട്ടിലെ പോലെ നമുക്ക് നടക്കത്തില്ലെങ്കിൽ പോലും നോമ്പിനെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചുമുള്ള ഒരു ചിന്ത മനുഷ്യർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവിടെ പള്ളിയിൽ വരുന്നവർ കുറച്ച് പേരേ ഉള്ളെങ്കിൽ അവർ നല്ല ക്രിസ്ത്യാനികളാണ്. അവർ നോമ്പ് കാലത്ത് നമ്മുടെ നാട്ടിൽ പോലെ മത്സ്യവും മാംസവും ഒന്നും വർദ്ധിക്കാനൊക്കത്തില്ല എല്ലായ്പ്പോഴും. വെള്ളിയാഴ്ച മാത്രമേ കാലാവസ്ഥയിൽ അവർക്ക് മാംസം വർദ്ധിക്കാനൊക്കത്തുള്ളൂ. പക്ഷെങ്കിൽ അവർ ചോക്ലേറ്റ് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് നോമ്പ് കാലത്തേക്ക് ഉപേക്ഷിക്കുന്നു. അതുപോലെ വൈൻ ഇറ്റ്സ് ദ പാർട്ട് ഓഫ് ഫുഡാണ്, അത് കുടിക്കുന്നവർ വേണ്ടെന്ന് വെക്കുന്നു. അതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, മധുരം, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിച്ച് ഈ നോമ്പിൻ്റെ ഒരു അരൂപി കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേകമായതാണ്. നമുക്കും അതുപോലെ തന്നെ ഈ നോമ്പിനെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ആബ്സ്റ്റിനൻസിനെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളുടെ പ്രാർത്ഥനകൾ, ഈ ദീർഘമായ നമ്മുടെ നമസ്കാരമുണ്ട്. ആ നമസ്കാരം ഞങ്ങളവിടെ ചെയ്യുന്നത്, ഇപ്പം പ്രഭാത നമസ്കാരം പല ഗീതങ്ങളുണ്ട്, പല പ്രാർത്ഥന. ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും ആദ്യത്തെ 2 ഗീതങ്ങളാണ് ചൊല്ലുമെങ്കിൽ അടുത്ത ഞായറാഴ്ച അടുത്തുള്ള 2 ഗീതങ്ങളായിരുന്നു. അങ്ങനെ സമയക്രമം. അപ്പം ഒരു 4 ഞായറാഴ്ച കൊണ്ട് ഈ നമസ്കാരം മുഴുവൻ നമ്മൾ ചെല്ലുന്നുണ്ട്, പക്ഷേ മുഴുവൻ പൂർണ്ണമായിട്ട് ചെല്ലുന്നില്ല. അതിനുള്ളൊരു സാവകാശവും സമയവും നമുക്കില്ല. പിന്നെ കുർബാനയും നമ്മുടെ കുർബാനയിൽ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അച്ഛന്മാരുടെ ദീർഘമായ പ്രസംഗം ഒന്നാമത്തത്, പിന്നെ അവസാനത്തെ പ്രസംഗം. നമ്മളുടെ കുർബാന എത്ര നീട്ടിച്ചൊല്ലിയാലും ഒരു 1.25 മണിക്കൂറിൽ തീരും. 1.25 മണിക്കൂറിൽ നമ്മുടെ കുർബാന തീരും. എന്നാൽ ഒരു 10 മിനിറ്റ് പ്രസംഗം നടത്തി ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്കത് നമസ്കാരവും കുർബാനയും കൊണ്ട് ശരിയാക്കാറുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം 2 മണിക്കൂറൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. ആ 2 മണിക്കൂർ കൊണ്ട് നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നടത്തുന്നു, കുർബാന ചെല്ലുന്നു, പ്രസംഗം പറയുന്നു. അത് കൃത്യം ആയിട്ട് 10 മിനിറ്റ് പ്രസംഗം പറഞ്ഞ് നമ്മൾ അനൗൺസ്മെൻറ്റുകൾ എഴുതി വായിക്കും. അല്ലാതെ നമ്മൾ വെറുതെ പറയുകയാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. നാട്ടിലെ പോലെ ഒക്കത്തില്ല. നാട്ടിലും ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് നോമ്പിനോടും പ്രാർത്ഥനയോടും ആരാധനയോടും പള്ളിയിൽ പോകുന്നതിനോടും നമുക്ക് ആകർഷണം അല്ലെങ്കിൽ താല്പര്യമുണ്ടാകുന്നത് അത് വീടുകളിൽ നിന്ന് നമ്മൾ തുടങ്ങും. അങ്ങനെ നല്ല ഭവനങ്ങളുണ്ട്, വീടുകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വിദൂരങ്ങളിൽ പഠിക്കുന്ന പിള്ളേരെ അവരെ സൂം വഴിയായിട്ട് പ്രാർത്ഥിക്കുന്ന വീടുകളിലേക്കറിയാം. ആ കുടുംബങ്ങൾ നല്ല പിള്ളേർ, ചെറുപ്പക്കാർ വളരെ ഭംഗിയായിട്ട് ഈ പ്രാർത്ഥനയിലും പള്ളിയിലും അവർ സംബന്ധിക്കുന്നുണ്ട്. നാട്ടിൽ ജനിച്ചു വളർന്ന മാതാപിതാക്കന്മാരും യൂറോപ്പ്, UK-യിൽ ജനിച്ചു വളർന്ന കുട്ടികളും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെക്കുറിച്ചുള്ള ആകുലത വളരെയധികം വർദ്ധിക്കുകയാണ്. കാരണം ഈ മാതാപിതാക്കളുടെ ജോലി തിരക്കിനിടയിൽ ആ കുട്ടികളെ അധികം ശ്രദ്ധിക്കാൻ പലപ്പോഴും അവർക്ക് കഴിയാതെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ
ഒരു സോഷ്യൽ മീഡിയ, ഒരു AI കാലത്ത് ഈ മാതാപിതാക്കളുടെ ആകുലതകൾ, നമ്മുടെ സെൻട്രൽ കമ്മീഷൻ ഫോർ മൈഗ്രേഷൻ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സഭയുടെ ഈ കാര്യാലയത്തിന് അവരുടെ ആകുലതകളെ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളെയൊക്കെ എത്രമാത്രം ദൂരീകരിക്കാൻ സാധിക്കും, അതെങ്ങനെയായിരിക്കാം അതിന് കഴിയുക. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് തന്നെ പിതാവ്, അതായത് നമുക്കറിയാം ഇവരുടെ ഭവന സന്ദർശനം, അജപാലന ശുശ്രൂഷ ഭാഗമായിട്ടുള്ള ഈ ഭവന സന്ദർശനം, അതിനൊന്നും നമുക്ക് ഇവരെ അല്ലെങ്കിൽ അവരുടെ ഒരു ടൈമിൽ നമുക്ക് അവരുടെ ഭവനത്തിൽ എത്തിച്ചേരാൻ പോലും സാധിക്കില്ല. അല്ലെങ്കിൽ ഫിസിക്കൽ പ്രസൻസ് ഓഫ് പാസ്റ്റേഴ്സ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് ആ ടൈം, ഒരു അപ്പോയിൻമെൻ്റ് ഒന്ന് കറക്റ്റ് സമയം അവർക്ക് നൽകുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു പാസ്റ്ററൽ പ്രസൻസിൻ്റെയും അതുപോലെ തന്നെ ഒരു പേരൻറ്റിങ് ചലഞ്ചസും ഇപ്പോൾ ഉള്ളപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും? പ്രത്യേകിച്ച് 2 രീതിയിലാണ് നമ്മളുടെ ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ യൂത്തിൻ്റെ. നമുക്ക് MCYM അവിടെയുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അവരുടേതായ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ലതുപോലെ പ്രാവീണ്യമുള്ള കുഞ്ഞുങ്ങൾ, അവർ നമുക്ക് വേണ്ടുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ യൂത്തുമായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കാറ്റക്കിസം ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് എപ്പോഴും ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ചകളിൽ ഒരു ഞായറാഴ്ച, മാസത്തിൽ ഒരു ഞായറാഴ്ച നമ്മൾ കാറ്റക്കിസം ഫിസിക്കലായിട്ട് നടത്തുന്നു. ബാക്കി ഞായറാഴ്ചകൾ 3 ഞായറാഴ്ച, 4 ഞായറാഴ്ച സൂം ഓൺലൈനാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥന യോഗങ്ങൾ വീടുകളിൽ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെങ്കിൽ നാട്ടിലെ പോലെ അത്ര എഫക്റ്റീവാനൊക്കത്തില്ലെങ്കിലും ആൾക്കാർ ശനിയാഴ്ച ദിവസം കണ്ടെത്തി മാസത്തിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് പ്രാർത്ഥന നടത്താനൊക്കും. നാട്ടിൽ 4 ആഴ്ചയിൽ നമുക്ക് നടത്താനൊക്കും. ഇവിടെ അത്രയും ഒക്കത്തില്ല. അതുപോലെ നോമ്പ് കാലത്ത് നമ്മളുടെ പ്രാർത്ഥനകൾ ഇപ്പം ഓൺലൈനായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ആൾക്കാർ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഈ ഓൺലൈനിൽ ഈ പ്രാർത്ഥന അവർ ഇയർഫോൺ വെച്ച് കേൾക്കാനും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നമ്മളുടെ വിമൻസ് ഫോറമുണ്ട്. അവർ ഈ നോമ്പ് കാലത്ത് മുഴുവൻ അവർ ഒരു ചെറിയ സന്ദേശം ഓൺലൈനിലൂടെ ഈ അമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം വരുമ്പോൾ ഞങ്ങൾ അച്ഛന്മാരും ഞാനും ഹോളി വീക്കിനോടനുബന്ധമായിട്ട് ഞങ്ങൾ ഒരു 5 മിനിറ്റ് നേരത്തെ ഇതേ ഉള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അങ്ങനെ ഇപ്പോഴത്തെ മോഡേൺ മീഡിയയിലൂടെ നമ്മളെ എങ്ങനെ ഈ ആൾക്കാരെ ഇതിനോട് ചേർത്ത് നിർത്താൻ ഒക്കുമെന്നുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോട് അടുത്ത് വന്നവർക്ക് മാത്രമേ ഒക്കത്തുള്ളൂ. അല്ലാതെ ജീവിത വ്യഗ്രതയിൽ എങ്ങും പള്ളിയിൽ പോകാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കത്തില്ല. അതിനുവേണ്ടി നമ്മളൊരു സമയം കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ചും യൂറോപ്പിലെ സാഹചര്യത്തിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും ജോലി ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ശമ്പളം കിട്ടും. ആ ഒരു മോട്ടീവിൽ പോവുകയാണെങ്കിൽ നടക്കത്തില്ല. എന്നാൽ ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള സ്പേസ് വേണം, അല്ലെങ്കിൽ ശനിയാഴ്ച പോകാൻ സ്പേസ് വേണം എന്നുള്ള രീതിയിൽ ജോലി ക്രമീകരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ട് ഒക്കത്തുള്ളൂ. പിന്നെ ഈ മാതാപിതാക്കന്മാർ വീടുകളിലും അതുപോലെ തന്നെ പള്ളിയിലും അവർ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രചോദനത്തിൽ മാത്രമേ ഈ യങ്ങർ ജനറേഷൻ വളരത്തുള്ളൂ. അല്ലാതെ നമുക്കാർക്കും അവരോട് ഇടപെടാനായിട്ടൊക്കത്തില്ല. യൂറോപ്പിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇവർ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ ഈ വിശ്വാസിയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ അവരെ അപമാനിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊരു ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം അവിടെയുള്ള മറ്റു മതസ്ഥരെ അവരുടെ മതത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോട് പറയും, നമ്മുടെ മതത്തെക്കുറിച്ച് അറിയാൻ മേലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ലജ്ജ ഉണ്ടായിട്ട് ഐ ആം എ ക്രിസ്ത്യൻ, ഐ ആം എ കാത്തലിക് എന്ന് പറയാൻ ഉള്ള ഒരു താല്പര്യം ഈ അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ സ്കൂളിൽ ക്രിസ്തീയ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുന്ന പിള്ളേരുണ്ട്, നല്ല പിള്ളേർ. അത് വീട്ടിൽ നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ളവർ അവർ അച്ഛന്മാരോടും അതുപോലെ തന്നെ മുതിർന്ന അവരുടെ ക്രൈസ്തവ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. അത് ഭവനത്തിൽ നിന്ന് തുടങ്ങിയാലേ ഒക്കത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ മാത്രമേ നമുക്ക് അവരെ സഹായിക്കാനായിട്ടൊക്കത്തുള്ളൂ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാ ചരിത്രത്തിൽ
അവിസ്മരണീയമായ ദിവസങ്ങളായിരുന്നു ഈ റോമിൽ കടന്നുപോയത്. ജൂൺ 13, 14, 15 തീയതികളിൽ മുഴുവൻ സമയ അപ്പോസ്തോലിക് വിസിറ്റേറ്ററായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മുഴുവൻ സമയ അപ്പോസ്തോലിക് വിസിറ്റേറ്ററായി നിയമിതനായ ശേഷം പിതാവ് നേതൃത്വം നൽകിയ ആദ്യത്തെ സംഗമം കൂടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ഈ സംഗമത്തിന് അവസാനം പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പയുമായി പ്രത്യേകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഈ കൂട്ടായ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. എന്താണ് പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ ഈ പ്രവാസ ലോകത്ത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദൗത്യമായി പ്രത്യേകമായി നമ്മോട് ആഹ്വാനം ചെയ്തത്? പിതാവ് ഏത് രീതിയിലാണ് ആ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നത്? നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് മാർപ്പാപ്പ തിരുമേനി നമ്മളെ ഓഡിയൻസിൻ്റെ വരുന്നതിന് മുമ്പ് അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമായ ഒരു നിമിഷമാണ്. നമ്മളുടെ യൂറോപ്പിലെ UK കൺവെൻഷനിൽ നമുക്കൊരു പേപ്പൽ ഓഡിയൻസ് അനുവദിച്ചു ലഭിച്ചു. അതൊരു അനുഗ്രഹമാണ്. എനിക്കതിൽ വലിയ സന്തോഷവുമുണ്ട്. പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ പറഞ്ഞു, ഈ സഭ മലങ്കര കത്തോലിക്ക സഭ അല്ലെങ്കിൽ പുനരുദ്ധരിക്കപ്പെട്ട സഭകൾ യൂറോപ്പിൽ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളണം. അതുപോലെ തന്നെ ധന്യന്മാർ ഈവാനിയോസ് തിരുമേനിയുടെ വീക്ഷണം മറ്റു കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ സുവിശേഷം പ്രഘോഷിക്കുവാനും അനേകരെ കർത്താവിൻ്റെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കുവാനും ചെയ്ത ആ മിഷണറി പ്രവർത്തനത്തെ ശ്ലാഘിച്ചിരുന്നു. ഭാഗ്യസ്മരണാർഹനായ മാർ ഈവാനിയോസ് തിരുമേനി ഓർത്തഡോക്സ് സഭയിൽ ബഥനി സന്യാസ സമൂഹം സ്ഥാപിച്ചത് ഭാരത സുവിശേഷത്തിന് വേണ്ടിയാണ്. കാരണം ഈ ഭാരത സുവിശേഷം ഭാരതത്തിൽ മുഴുവൻ ഈ സുവിശേഷം പ്രഘോഷിക്കണം. അത് വിവാഹിതരായ വൈദികർക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അവിവാഹിതരായ സന്യാസ വൈദികരെ കൊണ്ട് ലോകത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ സുവിശേഷീകരണത്തിന് വേണ്ടി തിരുമേനി ആഗ്രഹിച്ചു. തിരുമേനിയുടെ ആഗ്രഹം ഭാരതത്തിൽ നിന്ന് അനേകരെ കർത്താവിൻ്റെ സഭയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇവാനിയോസ് തിരുമേനി പുനരുദ്ധരിക്കപ്പെട്ട കാലത്ത് തന്നെ ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഇംഗ്ലണ്ടിൽ 1932 തിരുമേനി വന്നിരുന്നു. തിരുമേനി താമസിച്ച പള്ളി അവിടെയുണ്ട്. അതുപോലെ അയർലൻഡിൽ യൂക്കറിസ്റ്റിക് കോൺഫറൻസിൽ തിരുമേനി സംബന്ധിച്ചു. 30 കത്തോലിക്ക സഭയുമായി പുനരുദ്ധരിക്കപ്പെടുന്ന 32 ഹൈറാർക്കി സ്ഥാപിച്ചപ്പെടും. അയർലൻഡിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും തിരുമേനി സഞ്ചരിച്ചെന്നുള്ളതാണ്. നമ്മുടെ സഭയെ സാർവത്രികമാക്കുവാൻ പരിമിതമായ സാഹചര്യത്തിൽ ദീർഘവീക്ഷണമുള്ള നമ്മുടെ പിതാവ് നിർവഹിച്ചു. ആ തിരുമേനിയുടെ ആഗ്രഹം ദൈവം സ്വർഗം നടത്തിക്കൊടുത്തതാണ്. ഇന്ന് ലോകത്തിലെല്ലായിടത്തും ചെറിയ സമൂഹമെങ്കിലും നമ്മളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്താഗ്രഹിക്കുന്നുവോ അത് ദൈവം അനേക മടങ്ങായി നടത്തിക്കൊടുക്കും എന്നതിൻ്റെ വലിയ ഉദാത്തമായ ഉദാഹരണമാണ് ധന്യന്മാർ ഈവാനിയോസ് തിരുമേനിയുടെ വലിയ ആഗ്രഹം. ഭാരത സുവിശേഷീകരണം എന്നത് അത് ലോകത്തിലേക്ക് വ്യാപിക്കാൻ ഈ 100 സംവത്സരം എടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യസ്മരണാർഹനായ ഈവാനിയോസ് തിരുമേനിയുടെ ആഗ്രഹം സ്വർഗം സാധിച്ചു കൊടുക്കുന്നതിൻ്റെ വലിയ അടയാളമാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ മലങ്കര ഹൈറാർക്കി സ്ഥാപനത്തിൻ്റെ ശതാബ്ദിയിലേക്കും സഭ പ്രവേശിക്കുകയാണ്. ധന്യന്മാർ ഈവാനിയോസ് പിതാവ് ഹൈറാർക്കി സ്ഥാപനാനന്തരം യൂറോപ്പ്, UK, അയർലൻഡ്, അമേരിക്കയിൽ നടത്തിയ സന്ദർശനത്തിൻ്റെയും ശതാബ്ദി ഓർമ്മയിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൻ്റെ അജപാന ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അഭിമന്യ ഉസ്താദ്യോസ് തിരുമേനിക്ക് ഗുഡ്നസ് ടെലിവിഷൻ്റെ ആശംസകളും ഭാവങ്ങളും ഈ സമയം, വിലയേറിയ ഈ സമയം ഗുഡ്നസ് TV വേണ്ടി നൽകിയ പിതാവിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. താങ്ക് യു.